പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മക പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിന് പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും
ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, let fire fingers suck with the precious blood. Lord, in peace, Spirit of power and grace. ഞാൻ ചില ആൾക്കാർ പറയുവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും, എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച്, ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കണ് അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. അയ്യോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിലെ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവത്തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകും, ഈ ഭക്തി ഉണ്ടാകത്തില്ല, പ്രാർത്ഥന ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിയിരിക്കണ കാണാം. ഇത്രയുള്ള സാധനം. ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ 8 പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം അറിയാവോ? അതായത് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണേ ഇത്. പക്ഷേ ഇത് വരവ് ഇത്തിരി പെശക് വരവാണ് ഈ വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ കുറേ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് പറഞ്ഞ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെൻറ്റ്. എന്നിട്ട് ഈ അസസ്മെൻറ്റിൻ്റെ അകത്ത് ഒരു ഐഡൻറ്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്നെ വല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചിട്ടുള്ള വചനമാണിത്. എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്.
അപ്പോൾ ഈ നാഥാനിയലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച്. നമ്മളിപ്പോൾ നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്തു. ഇവർ ആദ്യം ഇത് വെളിപാട് വന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ് യാക്കോബ് കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്തൊരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്, ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ് കാപട്യമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റീന, ഞാൻ ചേനാട് ഇടവകളിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ OET എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ്. ഞാൻ 2 തവണ OET എക്സാം എഴുതിയെങ്കിലും എനിക്ക് റിക്വയർഡായിട്ടുള്ള സ്കോർ കിട്ടിയില്ല. 3ാമത്തെ തവണ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതായത് ഡിസംബർ 18, 2021 ഞാൻ OET എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് ഡിസംബർ 31 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എക്സാമിന് പോണേ അന്ന് എൻ്റെ ഒരു ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത്, നീ കൃപാസനത്തിലെ സാക്ഷിയൊക്കെ ഒന്ന് കേട്ട് നോക്കുക, നീ 2 തവണ എക്സാം എഴുതല്ലേ, ആ സാക്ഷി ഒന്ന് കേട്ട് നോക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടു, പലരുടെ സാക്ഷ്യത്തിൽ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന കാശ് രൂപം വെച്ച് അവർ എക്സാം എഴുതി പാസ്സാകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശ് രൂപം ഇല്ലായിരുന്നു. പകരം ഞാൻ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ പത്രത്തിൽ മാതാവിൻ്റെ രൂപം കട്ട് ചെയ്തെടുത്ത് ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചു. അപ്പം എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ക്വസ്റ്റിന് ഇപ്പം 3ാമത്തെ തവണയാണ്, 2 തവണ എഴുതിയെങ്കിലും പരാജയപ്പെട്ടെങ്കിലും ഈ 3ാമത്തെ തവണ ഞാൻ എഴുതി കഴിയുമ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല, കാരണം സമയം കടന്നു പോവാണ്, റീഡിങ്ങിനൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാതാവേ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എക്സാമിൻ്റെ റിസൾട്ട് എക്സാം എഴുതി എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു ജനുവരിയിൽ. അതുപോലെ വീണ്ടും പരാജയം, 2B 2C+, 350 വേണം പാസ്സാവാൻ. അപ്പം വീണ്ടും എനിക്ക് സ്പീക്കിങ്ങും റീഡിങ്ങും പോയി. റീഡിങ്ങിന് എനിക്ക് 310 അപ്പം 310 സ്കോർ കിട്ടി കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ ഇതൊക്കെ ഉടമ്പടി എടുത്തതല്ലേ, എനിക്കെന്നാലും ഒരു ഉറപ്പുണ്ട്, ഞാനൊന്ന് റിവാലുവേഷന് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിവാലുവേഷൻ ആ സമയം പ്രത്യക്ഷീകരണ പ്രാർത്ഥന തെളിയിക്കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഉൾപ്രേരണ കൊണ്ട് ഞാൻ റിവാലുവേഷന് കൊടുത്തു. അത് 2 സബ്ജക്റ്റ് ഞാൻ കൊടുത്തു, റീഡിങ് സ്പീക്കിങ് കൊടുത്തു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, നീ എന്തിനാ റീഡിങ്ങിന് കൊടുത്തത്, കാരണം 310 എപ്പോഴും റീഡിങ് കമ്പ്യൂട്ടർ വാല്യുവേഷൻ ആയതുകൊണ്ട് അതെന്തായാലും കൂടത്തില്ല, അത് കുറയാനേ ചാൻസ് ഉള്ളൂ, അത് C ആയി കഴിഞ്ഞാൽ നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് സ്കോർ ഒന്നും കുറഞ്ഞില്ല, സ്കോർ കൂടി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അതായത് 310 ഉണ്ടായിരുന്നു 320 അതുപോലെ തന്നെ 340 ഉണ്ടായി 350. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് അയർലൻഡിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അടുപ്പിച്ചു തന്നു. 2ാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ സിസേറിയൻ സംബന്ധിച്ചായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. സർജറിക്ക് മുമ്പ് എനിക്ക് കോവിഡ് വന്ന് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായി. പക്ഷേ എന്നാലും അമ്മയുടെ സംരക്ഷണം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കയ്യിൽ നിന്ന്, അതായത് ഫ്ലൂയിഡ് കണക്ട് ചെയ്തപ്പം ബ്ലഡ് പോയിട്ടും അത് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം, അതായത് അതൊരു സിസ്റ്റം നോട്ട് ചെയ്യാനും, ഒരു റൂമിൽ ഞാൻ കിടന്നതിൻ്റെ താഴെ മൊത്തം എൻ്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ അറിയുന്നില്ല. പക്ഷേ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എൻ്റെ വന്ന് കാണുന്ന ഡോക്ടർമാരൊക്കെ നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപം, ആ തിരിയൊക്കെ, ഞാൻ ആ ഉടമ്പടിയിൽ ഒന്നും ഞാൻ തെറ്റിച്ചിട്ടില്ല. കാരണം ഞാൻ ആ സമയത്ത് കുർബാനയൊക്കെ ആണല്ലോ ഓൺലൈനിൽ, കോവിഡ് കൂടിയിരിക്കുന്ന സമയമാണ്, ഓൺലൈനിൽ കുർബാനയൊക്കെ കൂടുമായിരുന്നു.
അത് കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പം പെയിൻ കില്ലർ തന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് റിയാക്ഷൻ അടിച്ചു. ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. എനിക്ക് പോസ്റ്റ്മോർട്ടം സീഷർ അടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായ ഒരു സമയമുണ്ടായി. ഒരു ഇലക്ട്രിക് വേവ് പോലെ എന്തോ ഒരു പെട്ടെന്ന് വന്ന് സ്പാർക്ക് വന്ന് പോകുന്നു. അപ്പോൾ ഇത് ഞാൻ മരിക്കുമെന്ന് ഉറപ്പായി. ആ സമയത്ത് എനിക്ക് എൻ്റെ കഴുത്തിൽ ഞാൻ ഓപ്പറേഷൻ കയറിയപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു ആ ഉടമ്പടി കാശ് അത് കഴുത്തിൽ എൻ്റെ പറഞ്ഞു അത് ഊരണ്ടാന്ന് പറഞ്ഞു. സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പം എല്ലാവരും അത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഊരി വയ്ക്കും, കാരണം അത് അങ്ങനെ അലൗഡല്ല. അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് ഞാൻ മരിക്കുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടതായിട്ട് ഓർമ്മ പോലും ഇല്ല. അമ്മ എന്നെ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അമ്മ പോലും ഇല്ലാതെയാവും, എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആവും എനിക്കറിയില്ല. ഞാൻ 2ാമത്തെ ദിവസമാണ് എനിക്ക് ബോധം വീണത്. 2nd ദിവസമാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ മാതാപിതാക്കൾ പുറത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു നോക്കി, എല്ലാത്തിനും നോർമലി ഒരു കുഴപ്പമില്ല. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞുണ്ടായി 23ാം ദിവസം ലാബിൻ്റെ റിസൾട്ട് ചെയ്ത് നോക്കിയപ്പം അവൾക്ക് TSH ഹൈ ആയിരുന്നു, അതായത് 23.2. അത് ഭയങ്കര ഹൈ ആണ്. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ വരണം, എത്രയും വേഗം കൊച്ചിന് തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാടെ തളർന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവ്, എനിക്ക് എൻ്റെ കുഞ്ഞിന് 3 വയസ്സ് വരെ ഈ മെഡിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ അതിനുള്ള ഇടവരുത്തരുത് അമ്മ ഒന്ന് രക്ഷിച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇതിന് വേറൊരു ഇതുമില്ല, കാരണം കുഞ്ഞാണ്, നമുക്ക് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാലും നമുക്കൊരു സെക്കൻഡ് ഇതായിട്ട് നമുക്ക് ഒന്നും കൂടെ ലാബ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ചെയ്തപ്പം ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് വന്നു 16.2. അപ്പം അത് 23.2 നിന്ന് 16.2 അത് കുറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്ര വേരിയേഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് 2 ദിവസം കൂടി നോക്കിയിട്ട് ശേഷം തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം, അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടക്കാതെ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, അമ്മ ഞാനിവിടെ കുഞ്ഞിനായിട്ട് കൊണ്ടുവന്ന് നിൽക്കാമെന്ന്. ഞാനിവിടെ കൊണ്ടുവന്നിരുന്നോളെ 3ാമത്തെ റിസൾട്ട്, അതായത് 2 ദിവസം കഴിഞ്ഞ് റാലി നോക്കിയപ്പോൾ 3.2 3.2 അത് അത്ര അത്ഭുതകരമായിട്ട് ആ 2 ദിവസത്തിനുള്ളിൽ കുറച്ചു. എൻ്റെ കുഞ്ഞിന് ഇതുവരെയായിട്ട് ഒരു മെഡിസിൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നു. അമ്മയും തിരുക്കുമാരനും തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. എൻ്റെ പേര് സോജ അരുൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സരിതപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2020 ഫെബ്രുവരി 21 കൊറോണയും മറ്റു കാരണങ്ങളാൽ എനിക്ക് ആ ഉടമ്പടി നല്ല രീതിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2021 സെപ്റ്റംബർ മുതൽ ഞാനൊരു കെയർ വിസയിൽ UK പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പലവിധ തടസ്സങ്ങളാൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും അതിലെനിക്ക് പാസ്സാകാൻ പറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് IELTS-നാണെന്നുണ്ടെങ്കിലും എനിക്ക് പാസ്സായി. UK സ്കോറൊക്കെ അന്നേരത്തേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഏജൻസി പറഞ്ഞു നിങ്ങളുടെ UK സ്കോർ ഇത് പറ്റത്തില്ല, ഇതും കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടിയാൽ നിങ്ങൾക്ക് റിജക്റ്റ് ആകുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നെ അവിടുത്തെ പ്രതിഷ്ഠീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയാക്കി മാറ്റണം, എനിക്ക് ലജ്ജിക്കാൻ ഇടവരരുത്, എൻ്റെ മാതാവ് എന്നെ അവിടുത്തെ എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്കോർ തന്നെ എനിക്ക് വിസ അടിച്ച് കിട്ടണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ മാസം 5-ാം തീയതി വിസ അടിച്ച് കിട്ടുകയും ഈ ബുധനാഴ്ച 14-ാം തീയതി എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ള എൻ്റെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അനിയൻ UK അവന് അവിടുത്തെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ചാൻസിൽ തന്നെ അവന് ലൈസൻസ് കിട്ടാൻ പറ്റി. പിന്നെ എൻ്റെ കാലിലൊരു മുഴയുണ്ടായിരുന്നു, അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു ആ മുഴ. അപ്പം വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോഴത്തേക്കും ഞാനത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അപ്പം മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തിട്ടുള്ളത്, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉള്ളതല്ലേ, നീ എന്തുകൊണ്ട് അത് തേച്ച് പ്രാർത്ഥിച്ചു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ആ കാലിലൊരു ചെറിയൊരു തഴമ്പ് പോലെ മാത്രം കാണാനേ ഉള്ളൂ, അത് മുഴ മൊത്തമായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ജോസഫ് ഫ്രാൻസിസ്. ഞാൻ 2022 മെയ് മാസം 4-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യ ഉടമ്പടി എടുക്കുന്നത്. സത്യത്തിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതല്ല, എൻ്റെ ഭാര്യയും മകളും ഉടമ്പടി എടുക്കാനായിട്ട് അവരെയും കൊണ്ട് വന്നതാണ്. കാരണം കർത്താവായ യേശുവിനോട് എല്ലാം ചോദിച്ചാൽ മതിയല്ലോ, കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ ജീവിച്ചു പോന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ ഭാര്യ നേരത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതിനാൽ നല്ല തിരക്കുമായിരുന്നു, അവിടെ നിൽക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തോളം നിനക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പേരെഴുതി, അവിടെ പകുതി പേരെഴുതി റോസമ്മയെന്ന് എഴുതിയിട്ട് വെട്ടി ഞാൻ എൻ്റെ പേരെഴുതി ഉടമ്പടി എടുത്തു. 6 കാര്യങ്ങൾ മാതാവിൻ്റെ അടുക്ക അപേക്ഷയായിട്ട് ഞാൻ സമർപ്പിച്ചു. അതും പ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോയി.
അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ ഭർത്താവ് UK-യിൽ ജോലിക്ക് വേണ്ടി ചെന്നു. അവിടുത്തെ ഒരു പരീക്ഷയും കൂടെ പാസ്സാകണം, എങ്കിൽ മാത്രമേ ജോലി ലഭിക്കത്തുള്ളൂ. അതായിരുന്നു ഞാൻ ആദ്യമേ എഴുതിയത്. ആ പരീക്ഷയിൽ പാസ്സായി UK-യിൽ ഗവൺമെൻറ് സർവീസ് തന്നെ എൻ്റെ മകളുടെ ഭർത്താവിന് ജോലി കിട്ടി. കൂടാതെ രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത് എൻ്റെ മകൾക്കും കുട്ടികൾക്കും കൂടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അനുവദിക്കണമെന്നായിരുന്നു. കാരണം ഒത്തിരി തടസ്സങ്ങൾ അവർക്ക് നേരിട്ടു. കൊറോണ പിടിച്ചു, 2 പ്രാവശ്യം ടിക്കറ്റ് മാറ്റിവെച്ചു. എന്താണേലും ആഗസ്റ്റ് 10-ാം തീയതി എൻ്റെ മകൾക്കും കുട്ടികൾക്കും കൂടെ UK-യിൽ ചെന്ന് ഭർത്താവിനോടുകൂടി ചേർന്ന് ജീവിക്കാൻ പറ്റി. മൂന്നാമത്തെ കാര്യം, ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ അഡ്രസ്സ് കൊടുത്തിരുന്നത് ജോസഫ് ഫ്രാൻസിസ് പാലത്തുങ്കൽ തുരുത്തി PO ചങ്ങനാശ്ശേരി എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ അഡ്രസ്സ് മാറി. കാരണം അമ്മ എനിക്ക് വലിയൊരു അത്ഭുതം ചെയ്തു തന്നു. 1994 എനിക്കുണ്ടായിരുന്ന വീടും പറമ്പും കൂടെ 6 പെങ്ങന്മാരിൽ ഒരാൾക്ക് ഞാൻ കൊടുത്തു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട്. അന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, എനിക്ക് പൈസ ആവുമ്പോൾ അന്നത്തെ വില അനുസരിച്ച് തിരികെ നൽകാവുന്നത്. ഏതാണ്ട് 6 വർഷങ്ങൾക്ക് ശേഷം 50,000 രൂപയ്ക്ക് കൊടുത്ത വസ്തുവിന് 5 ലക്ഷം പറഞ്ഞിട്ടു. അവർ തന്നില്ല. കണ്ണീരോടുകൂടി ആ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഇറങ്ങേണ്ടി വന്നു. നീണ്ട കാലയളവുകൾക്ക് ശേഷം ഞാൻ രണ്ടാമത്തെ ഉടമ്പടി ഇവിടെ പുതുക്കി. അന്നേരം ഏകദേശം ഒരു വസ്തുവും വീടും കൂടെ എനിക്ക് കച്ചവടമായി വന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒക്ടോബർ മാസം ആദ്യമേ തന്നെ എനിക്ക് ഒരു 6.5 സെൻറ്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള നല്ലൊരു വാർക്ക കെട്ടിടം കൂടി മാതാവ് എനിക്ക് തന്നു. എൻ്റെ കഴിവിനേക്കാളും കൂടുതലായിട്ടുള്ള രൂപ കൊടുത്താണ് എനിക്കത് വാങ്ങിക്കാൻ സാധിച്ചത്. എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു, എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ മകൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവിടെ വെച്ച് OETക്ക് ശ്രമിച്ചായിരുന്നു. 2 വട്ടം എഴുതി. ഏറ്റവും അവസാനം എഴുതിയത് കഴിഞ്ഞ മാസമാണ്. അതിന് മുന്നേ എഴുതിയ OETയിൽ ഒരു വിഷയം മാത്രം പോയി. ഇതുകൂടെ എഴുതി കിട്ടുവാണെങ്കിൽ, ആ പോയ വിഷയം കിട്ടുവാണെങ്കിൽ ഇത് 2 കൂടെ ക്ലബ് ചെയ്യാമെന്നുള്ള വിശ്വാസത്തിൽ അവൾ വീണ്ടും എഴുതി. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം 2 പേർക്കൂടെ ജോലി ഉണ്ടെങ്കിലേ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയത്തിന് വേണ്ടിയാണ് എൻ്റെ മോൾ ശ്രമിച്ചത്. പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോട് വിജയിപ്പിക്കണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്. പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വരേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ഒത്തിരി താമസിച്ചാണ് റിസൾട്ട് വന്നത്. അതിന് അവൾക്ക് ആദ്യ കൂടി എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ വളരെ പ്രയാസത്തോടുകൂടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡിസംബർ 14-ാം തീയതി എൻ്റെ ഭാര്യയുടെയും എൻ്റെ മകളുടെയും ബർത്ത്ഡേ ആണ്. ഇന്നലെ രാവിലെ റിസൾട്ട് വന്നു. എല്ലാ വിഷയങ്ങൾക്കും ഓസ്ട്രേലിയയ്ക്ക് അപേക്ഷിക്കാൻ തക്കവണ്ണമുള്ള സ്കോർ നൽകി എൻ്റെ അമ്മ എൻ്റെ മകളെ അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയ്ക്കും അസുഖങ്ങളുണ്ടായിരുന്നു. അതും ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞു. അമ്മയുടെ തൊണ്ടയ്ക്കൊരു മുഴയുണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്യണം, ബയോപ്സിക്ക് അയക്കണം. എല്ലാവർക്കും അതൊരു പേടിയായിരുന്നു. കാരണം ഇവിടെ ആരുമില്ല അവരെ നോക്കാനായിട്ട്. വളരെ തീക്ഷ്ണതയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക്, ആ അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. എൻ്റെ പരിശുദ്ധ കൃപാസനം മാതാവിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവായ യേശുവിന് ഞാൻ നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷൈനി ജോസഫ്. ഞാൻ എറണാകുളം വൈപ്പിൻ നായരമ്പലം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2018 ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. പക്ഷേ എനിക്കതൊന്നും അങ്ങോട്ട് സാധിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ അതിൽ ഉഴപ്പി. ബൈബിൾ വായന കുറവായിരുന്നു, അങ്ങനെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു. അങ്ങനെ എനിക്കത് സാധിച്ചിട്ടാതെയായി. പക്ഷെ ഞാൻ അത് അല്ലാതെ ഞാൻ ഉടമ്പടിയിൽ വെക്കാതെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അതെനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു. അന്നേരം എനിക്ക് അത് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കൊറോണയായി. അതിനു മുമ്പ് ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ വരുമായിരുന്നു. ചൊവ്വാഴ്ചകളിൽ വരുവാണെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ഭയങ്കര പേടിയായിരുന്നു. അത് പറഞ്ഞാൽ അടുത്ത മാസമാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് രണ്ടാമത് എനിക്ക് ഉടമ്പടി പുതുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വന്ന് 2004 ഡിസംബർ
ഏപ്രിൽ 4-ാം തീയതി 2022 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് എൻ്റെ കുടുംബത്ത് അനുഗ്രഹങ്ങളുണ്ടായത്. എൻ്റെ മോൻ, എനിക്ക് 3 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. എൻ്റെ മോൻ ഡിഗ്രി കഴിഞ്ഞതാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് അവന് ജോലിയൊന്നും ആകണമുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ജോലിക്കൊക്കെയാണ് അവൻ പോയിരുന്നത്. എന്നാൽ ഞാൻ ചോദിച്ച്, ഇങ്ങനെ ജോലിക്ക് പോയാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്തെത്തണ്ടേന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് കോഡിങ് പഠിക്കണം, മെഡിക്കൽ കോഡിങ് പഠിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ട്. മെഡിക്കൽ കോഡിങ് പഠിക്കണമെങ്കിൽ 1 ലക്ഷത്തോളം വേണം, പിന്നെ ഷിപ്പിൻ്റെ ആണെങ്കിൽ 2.5 ലക്ഷത്തോളം വേണം. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ആണ്. ഹസ്ബൻഡിന് ജോലിയില്ല, പിന്നെ എനിക്കും ജോലിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ സ്വർണ്ണങ്ങളൊക്കെ കുറേശ്ശെ പണയം വെച്ചാണ് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരുന്നിരുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കോഡിങ് പഠിക്കേ, ഇപ്പോൾ വേറെ സാമ്പത്തികമായിട്ട് കിട്ടാനില്ല, ഞാൻ താലിമാല വെച്ചാണെങ്കിൽ നിന്നെ പഠിപ്പിക്കാം, നീ പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കോഡിങ് പഠിക്കാൻ തയ്യാറായി. അവനത് കോഴ്സ് ഇഷ്ടമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞ്, ഞാൻ വീട്ടിൽ എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അവനതിന് വേണ്ടി തുനിഞ്ഞ്. ആദ്യത്തെ ഫസ്റ്റ് ഗഡു തന്നെ അത് പണയം വെച്ച് ഞാൻ അടച്ച്. പിന്നെ രണ്ടാമത്തെ ഗഡു എന്ന് പറയുമ്പോൾ 55 അടയ്ക്കണം. അന്നേരം ഞാൻ അങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴേക്കും അപ്പൻ എന്നെ സഹായിച്ച് അങ്ങനെ അവൻ്റെ പഠിത്തം പൂർത്തിയായി. അവനൊരു ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. അങ്ങനെ അവനിപ്പോൾ ചെന്നൈയിൽ എപ്പിസോഡ്സ് കമ്പനിയിൽ അവൻ ജോലിക്ക് കയറി. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്കാണ്. മകൾ ആയുർവേദ ഡോക്ടറിന് പഠിക്കണതാണ്. കണ്ണൂർ ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്. അന്നേരം അവൾക്ക് 3rd ഇയറിലെ എക്സാം ഭയങ്കര ടഫായിരുന്നു. ഓൺലൈൻ ക്ലാസ്സായിരുന്നു. കൊറോണ കാരണം ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. അത് കാരണം അവൾക്ക് ശരിക്കുള്ള ക്ലാസ്സുകളൊന്നും കിട്ടാത്ത കാരണം പരീക്ഷയായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മച്ചി ഒരെണ്ണം പഠിക്കുമ്പോൾ ഒരെണ്ണം മറന്നു പോകുന്നു, എനിക്ക് ഭയങ്കര ടഫാണ്, പരീക്ഷ ഞാൻ എന്തായാലും ജയിക്കില്ല, എന്തെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും ഞാൻ തോക്കുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ പറയണ എന്തിനാണ്, നീ മാതാവിനെ വിശ്വസിച്ച് അങ്ങോട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. പരീക്ഷയുടെ ആ സമയമാകുമ്പോൾ മെയിനായിട്ട് പുള്ളിക്കാരത്തി പഠിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ആ സമയത്ത് സാക്ഷിയൊക്കെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്ന സമയമായിരുന്നു. അത് കാരണം ഞാൻ പറഞ്ഞു, മോൾ പഠിച്ചോ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ്. ഞാൻ ഒരു കയ്യിൽ കാശിരവും ഒരു കയ്യിൽ കൊന്തയും പിടിച്ചുകൊണ്ട് അവൾക്ക് പരീക്ഷ തുടങ്ങുന്ന സമയം തൊട്ട് തീരണ വരെ ഞാൻ വീട്ടിൽ ഇരുന്ന് കൊന്ത ചെല്ലുമായിരുന്നു. കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. പരീക്ഷ കഴിയണവരെയും ചെല്ലും. പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ട് പരീക്ഷ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ചില ദിവസം പറയും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും. ചില ദിവസം പറയും, അമ്മച്ചി ഭയങ്കര ടഫായിരുന്നു, എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല, ഞാൻ ഈ വിഷയത്തിന് എന്തായാലും തോക്കുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നീ മാതാവിൽ വിശ്വസിക്ക്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ പറഞ്ഞ്, റിസൾട്ട് വരാറിയായപ്പോൾ അമ്മച്ചി ഞാൻ സപ്ലി എഴുതിക്കോളാം, ഒരു വിഷയത്തിന് എന്തായാലും സപ്ലി എഴുതിക്കോളാം എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ്, എഴുതേണ്ട വരില്ല എന്ന് പറഞ്ഞ്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവളെല്ലാ വിഷയത്തിനും പാസ്സായി. വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും തോക്കാതെ ജയിച്ചു. പിന്നെ മെയിനായിട്ട് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നത് ഈ കൊറോണ വന്നേ പിന്നെയാണ്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ജോലി നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിദേശത്ത് പോയി. 2 മാസത്തെ ഷട്ട് ഡൗൺ വർക്കിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഷുഗർ കൂടി കാലൊക്കെ പൊട്ടി. അവിടെ വെച്ച് തന്നെ പുള്ളിക്കാരന് സർജറിയൊക്കെ ചെയ്ത്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സർജറിയൊക്കെ ചെയ്ത് 3 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയത്. പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച്. പിന്നെ കൊറോണയും പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു പുള്ളി അവിടെ ചെന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പോൾ വെളുപ്പിന് വീട്ടിൽ വന്നേക്കണ്. അന്നേരക്കിന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ കെട്ടിയൊക്കെയാണ് വന്നത്. ഞങ്ങൾ ആകെ വിഷമിച്ച്. പിന്നെ ഒരു 8 മാസം വരെയും പണിയില്ല, ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അതൊക്കെ പുറത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ജീവിച്ചാൽ മതിയാ, നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ വൈഫ് ഇറ്റലിയിലുണ്ട്. അന്നേരക്കിന് ചേച്ചിയോട് ഞാൻ ചോദിച്ച്, ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല, അന്നേരം ഞാനും വരട്ടെ അങ്ങാടെന്ന് ചോദിച്ചു. അന്നേരം പുള്ളിക്കാരത്തി പറഞ്ഞ് കയറിപ്പോരെന്ന് പറഞ്ഞ്. പക്ഷെ എങ്ങനെ കയറിപ്പോരുന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
പൈസയും സാമ്പത്തികവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഞാൻ അന്നേരം പറഞ്ഞ് ഞാൻ അപ്പനോട് ഈ കാര്യം അവതരിപ്പിച്ചു. അപ്പം പറഞ്ഞ് എന്ത് ചിലവ് വരുമെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ഒരു 7 ലക്ഷത്തോളം വരും, ഞാൻ ഏജൻറ്റിനെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ്. അന്നേരം പുള്ളിക്കാരത്തിയോട് ഏജൻറ്റിൻ്റെ നമ്പറും മേടിച്ച് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയാൾ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ പറഞ്ഞ് 8 ലക്ഷത്തോളം ആവുമെന്ന് പറഞ്ഞ്. ഞാൻ ഉടമ്പടി കാശ് രൂപം അന്നേരം ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്കൊന്ന് ഏജൻറ്റിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയപ്പോൾ ഞാൻ കാശ് രൂപം കൊന്തയും കൊണ്ടുമാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ് വിസയ്ക്ക് 4.5 ലക്ഷം രൂപയും പിന്നെ പ്ലെയിൻ ടിക്കറ്റും ആവുള്ളൂ എന്ന് പറഞ്ഞ്. അന്നേരം പകുതി തന്നെ മാതാവിൻ്റെ കാശിര്യം കൊണ്ട് ചെന്നപ്പോൾ പകുതി തന്നെ അവിടെ അങ്ങോട്ട് കുറഞ്ഞ്. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിശ്വാസം മാതാവിലേക്ക് അങ്ങോട്ട് വന്ന് ഞാനിങ്ങനെ എൻ്റെ അപ്പനോടും അവതരിപ്പിച്ച്. അന്നേരത്തിന് അപ്പം പറഞ്ഞ് കാര്യങ്ങൾ തുടങ്ങിക്കോ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 25,000 രൂപ പോലും ആ ഏജൻറ്റിന് ഫസ്റ്റ് ഗഡുവ് ആ ഒരു പ്രോസസ്സിങ് തുടങ്ങാനുള്ള പൈസ പോലും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പൻ തന്ന് അങ്ങനെ ഞങ്ങൾ പ്രോസസ്സിങ് തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണുണ്ടായിരുന്നില്ല. ഞാനൊരു കൊന്ത എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ 5 കൊന്ത ഒരു മാസം ആ നിയോഗം വെച്ച് ഞാൻ ചെല്ലുമായിരുന്നു ഒരു ദിവസം. ആ നിയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളത് വെച്ച് ഞാൻ ഒരു 5 കൊന്ത ഞാൻ ചെല്ലുമായിരുന്നു. അതെനിക്ക് സാധിച്ച് കിട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ആ നിയോഗങ്ങൾ വെച്ചിട്ട് ഞാൻ 5 കൊന്ത ചെല്ലി. 5 കൊന്ത ചെല്ലിയപ്പോൾ ഞങ്ങൾക്ക് 25-ാം തീയതി നവംബർ 25-ാം തീയതി ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ചെന്നൈയിൽ. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും ലാംഗ്വേജ് പ്രശ്നം, തമിഴാണ്. അന്നേരം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഈ അപ്പോയിൻമെൻറ്റിന് ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് പറയുമെന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ലാത്ത, ഞാനൊരു നോർത്ത് ഇന്ത്യനാണ്, അത് കാരണം എനിക്ക് ഹിന്ദി മാത്രമേ അറിയാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കാശീരം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കാശീരം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ഫസ്റ്റ് ഗേറ്റിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പെൺകൊച്ചായിരുന്നു. ആ കൊച്ച് ഹിന്ദിക്കാരത്തിയായിരുന്നു. കൊച്ചിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും മുകളിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഇരിക്കുന്നത് 3 മലയാളികൾ ആൺപിള്ളേരാണ്. ഞങ്ങളുടെ ആ ഫ്രാൻസ് വിസയിലേക്കാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അവിടെ ഇരിക്കുന്നത് 3 മലയാളി ആൺപിള്ളേരാണ്. അങ്ങനെ ഞാൻ അന്നേരം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം അവർ ഞങ്ങളോട് ഒരു കാര്യവും ഞങ്ങളോട് ചോദിച്ചില്ല. ഞങ്ങളുടെ പേപ്പറുകൾ മേടിച്ച് അപ്പം തന്നെ ഞങ്ങളെ ബയോമെട്രിക്കിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വേണ്ടിയുള്ള പ്രോസസ്സിങ് ആയിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ആ 5:30 മാത്രമല്ല, എനിക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമായിരുന്നു. എനിക്ക് ഇങ്ങനെ 5:30 തന്നെ ചെല്ലണമെന്നില്ല. ഞാൻ 5:30 ചിലപ്പോൾ 4:30 എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ കിടന്നുകൊണ്ടാണെങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് നന്മ നിറഞ്ഞമ്മയാണ് ചെല്ലണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെല്ലും, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമാണ് ചെല്ലണമെന്ന് തോന്നുമ്പോൾ അതും അങ്ങനെ ചെല്ലുമായിരുന്നു. പക്ഷെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ എപ്പോഴും ചെല്ലുമായിരുന്നു. അങ്ങനെ വിസയ്ക്ക് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ മോൻ്റെ അന്നേരം സാക്ഷ്യം പറഞ്ഞിട്ടില്ല, ജോലി കിട്ടിയില്ല. അന്നേരം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എന്തായാലും വരും, എൻ്റെ വിസയുടെ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ മാസം 9-ാം തീയതി ഞങ്ങൾക്ക് വിസ വന്നു. ഞങ്ങൾ അടുത്ത് തന്നെ ഇറ്റലിയിലേക്ക് പോണതായിരിക്കും. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹിച്ച നന്മകൾക്ക് നന്ദി പറയുന്നു.